ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിലെല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ പലർക്കും തോന്നുന്ന ഒരു ചിന്തയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂ പേഴ്സണെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നേച്ചറാണ് ആളുടെ എന്ന് തോന്നാറുണ്ട്. പക്ഷേ ആക്ച്വലി അവർ അത് തന്നെയാണോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ പലരിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ളൊരു റീഡിംഗ് ആണിത്. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, നമുക്കിവിടെ റീഡിങ്ങിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് 8 ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് കപ്സ്, 6 ഓഫ് കപ്സ്, 9 ഓഫ് വൺസ് ആൻഡ് 10 ഓഫ് വൺസ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ മനസ്സിൽ ആലോചിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അത്രയും സിൻസിയറായിട്ട് എഫേർട്ട് എടുത്ത് അത് സക്സസ്ഫുൾ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് വൈകാരികമൊക്കെ ആയിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയായിട്ടാണ് ഇവിടെ കാണുന്നത്. എങ്കിൽ കൂടി ഈ ഒരു വ്യക്തി കൂടുതലുമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ വേയിലൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ മെച്ചപ്പെട്ടൊരു ലൈഫ് ലീഡ് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അതേസമയം ഈ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ആ വ്യക്തി ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ റെസ്പോൺസിബിലിറ്റിക്ക് ഒരു ലിമിറ്റ്ലെസ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവരുടെ ചുമരിലുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലും അവർക്ക് പറ്റില്ല, അല്ലെങ്കിൽ സഹായിക്കാതെ നീങ്ങി നിൽക്കാൻ പറ്റുന്ന അവസരങ്ങൾ അവർക്കുണ്ടെങ്കിൽ കൂടിയിട്ട് അവർക്ക് നോ എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തികളായിട്ടാണ് ഇവരെ കാണാൻ പറ്റുന്നത് ഇവിടെ. പക്ഷേ എന്തൊക്കെ ചുറ്റുപാടിലാണെങ്കിലും അവരവരുടെ ഒരു സോണിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സെൽഫായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത്. അവരുടെ സാഹചര്യം വളരെ മോശമായ രീതിയിൽ ഈ വ്യക്തികൾ കടന്നു പോയിട്ടുണ്ട്. കൂടുതലായിട്ടും ഈ വ്യക്തികൾ ഇപ്പോൾ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയോ ഒരു റിസ്ക് എടുക്കാനായിട്ട് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതേസമയം ഈ വ്യക്തികൾക്ക് വൈകാരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ ഈ വ്യക്തികൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുമെല്ലാം റിക്കവർ ചെയ്തുകൊണ്ട് സ്വന്തം ഒരു സോണിൽ, അല്ലെങ്കിൽ സ്വന്തം കമ്പനിയിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ്. അതായത് മറ്റുള്ളവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരവരുടെ കാര്യങ്ങളിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന ഒരു വ്യക്തികളാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തികൾ ഒരുപാട് ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ. കൂടുതലും സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം ഈ വ്യക്തികൾ ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലായാലും മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാകാനാണ് സാധ്യത ഇവിടെ കൂടുതൽ കാണുന്നത്. നിങ്ങളുടെ ചിലപ്പോൾ ഒരു കോളേജ് ഫ്രണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് നാൾ കോൺടാക്റ്റ് ഇല്ലാതിരുന്നിട്ട് വീണ്ടും വന്നൊരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങൾക്കൊരു നോസ്റ്റാൾജിക് ഫീൽ തരുന്നുണ്ട്. മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിൽ വന്നതല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ഈ ഒരു കമ്പനി നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ നല്ല കാലങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ആ മൊമെൻറ്റ്സ് ഒക്കെ ചെറിഷ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കംഫർട്ട് സോൺ എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ട് അത്രയും വൈകാരികമായിട്ടുള്ളൊരു മെച്യൂരിറ്റി ആർജിച്ചൊരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഈ വ്യക്തി കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് കുറച്ചും കൂടി മെച്യൂരിറ്റി ലെവൽ കൂടുതലായൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് പ്രായം കൊണ്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ പ്രായം എന്ത് തന്നെയായാലും അവരെപ്പോഴും ഒരു പക്വതയോട് കൂടി സംസാരിക്കുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത്, അതായത് ഇവർക്ക് ഇവിടെ ഒരു ഇമോഷണൽ ലോസ് കാണുന്നുണ്ട്. അവർ ആ ഒരു സ്റ്റേജിനെ വളരെ ബുദ്ധിമുട്ടോടു കൂടി തന്നെയാണ് ഓവർകം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പല ലൈഫിലും എപ്പോഴും ഒരു ഗാർഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ആ പേഴ്സൻ്റെ കാണുന്നത്. അതായത് അവർക്ക് സംഭവിച്ച പല കാര്യങ്ങൾ ലൈഫിൽ അവരൊട്ടും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയ ഘട്ടങ്ങൾ അത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുമോ എന്നുള്ളൊരു ഭയം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും മേ ബി കുറച്ചും കൂടി മിങ്കിൾ ചെയ്യുമ്പോഴും നിങ്ങൾ അകന്നു പോകുമോ എന്നുള്ള പല ചിന്തകളും ആ വ്യക്തിയെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ആ വ്യക്തി നല്ലൊരു സിൻസിയർ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർ നിങ്ങളോട് കാണിക്കുന്ന ഒരു അപ്രോച്ചിൽ ഒരു കള്ളത്തരമുള്ളതായിട്ടോ അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് ഈ റീഡിങ്ങിലൂടെ കിട്ടിയിട്ടില്ല.
പക്ഷേ ഈ ഒരു വ്യക്തിയെ കഴിഞ്ഞ കാല പല ഓർമ്മകൾ ഹോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം വീണ്ടും വരും, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു അലേർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു വ്യക്തി എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഓരോരുത്തരും മീറ്റ് ചെയ്യുമ്പോഴും അവരുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷനിലും അവർക്കത് ഓർമ്മയിൽ വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലൊക്കെ ആയിട്ട് ആ വ്യക്തി കുറച്ചും കൂടി റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതും കാണുന്നുണ്ട് ഇവിടെ. എന്തായാലും വൈകാരികമായ രീതിയിൽ ഈ വ്യക്തിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എന്തോ ഒരു ഇമോഷണൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അത് ആ വ്യക്തി ഒരുപാട് ഹോണ്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം അതിൽ നിന്നും റിക്കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാനാണ് ആ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ കാണിക്കുന്ന ഒരു എന്ത് നേച്ചറാണെങ്കിലും ഒരു നല്ലൊരു അപ്രോച്ച് ആയിട്ടുള്ള നേച്ചർ ആകാനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് എഫേർട്ട് ഇടുന്ന ഒരു പേഴ്സണാണ്. വിശ്വസിക്കുന്നവരുടെ കൂടെ എപ്പോഴും നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇമോഷണലായിട്ട് ഒരുപാട് പരിഗണന നൽകുന്ന ഒരു വ്യക്തി കൂടിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം, അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പേഴ്സൺ ഉണ്ട്, ഇപ്പോൾ ഞാൻ ഈ റീഡിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അനുഭവം നിങ്ങൾ കമൻറ്റ്സ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. യെസ് എന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.